ലൈറ്റ് ഇപ്പോൾ വീണേ. ഗൈസ്, നമുക്ക് ഇന്ന് വൈകുന്നേരം ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാൻ കോളിഫ്ലവർ വെച്ചിട്ട് കറി ഉണ്ടാക്കാം. പനിക്കുണ്ടോന്നൊരു ഡൗട്ട്. വയ്യ, ഇപ്പോൾ ഫുള്ള് എല്ലായിടത്തും ജലദോഷ. എൻ്റെ പരീക്ഷ ഹോളിൽ അപ്പുറത്തിരിക്കണം കുട്ടിക്ക് ജലദോഷം, ഇപ്പുറത്തിരിക്കണം കുട്ടിക്ക് ജലദോഷം, മുന്നിലിരിക്കണം കുട്ടിക്ക് ജലദോഷം, ഫുള്ള് ജലദോഷം. നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഒരു കോളിഫ്ലവർ ഇവിടെ ഫുള്ള് എടുക്കുന്നുണ്ട് കേട്ടോ കറി വയ്ക്കാൻ വേണ്ടി. ഇതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ലോണം വേവിക്കണേ. അത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സബോള ഇടാം. ഞാനിത് വെറുതെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ ഉപ്പിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉപ്പിട്ടിട്ട് കാണിച്ചില്ല. അത് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി ഇടുക. ഞാനത് വെറുതെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ടേസ്റ്റ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ സോയ സോസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. സോസ് ഒഴിച്ചു. ഇതൊക്കെ മിക്സ് ചെയ്ത് തന്നപ്പോൾ സ്മെല്ല് വലിയ അതിലൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ലാത്ത സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തിളച്ചിക്കണ്ട, ചെറുതായിട്ട് തിളച്ചത്. ഞാൻ ഈ വേവിച്ച് വെച്ച കോളിഫ്ലവർ അതിലിട്ടു. അത് കഴിഞ്ഞ് നല്ലോണം മിക്സ് ചെയ്തിട്ടാട്ടോ നമുക്ക് ഇങ്ങനെ കിട്ടിയേക്കണേ. ഇതിൽ വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടാം. ഞാൻ ഇട്ടില്ല, എനിക്കത് ഇഷ്ടമല്ല, ഞാൻ ഇട്ടില്ല. ഇത് ഞാൻ ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കണേ. കണ്ട പൊടിഞ്ഞ് പോയി, വെന്ത് കഴിഞ്ഞ് ഇങ്ങനെ പൊടിഞ്ഞ് പോവും. കടിക്കാൻ രീതിയിൽ കിട്ടണമെങ്കിൽ ചെറുതായിട്ട് വേവിച്ചാൽ മതി. എരിവുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം. പിന്നെ സോയ സോസിൻ്റെ ഒന്നും ടേസ്റ്റ് അധികം കിട്ടിയില്ല. പിന്നെ സോസിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ നമ്മൾ ഉപ്പേരി വയ്ക്കണം പോലെ വെച്ചു. ചോറിൻ്റെ ഒപ്പം കഴിക്കാട്ടോ, അമ്മ ചോറിൻ്റെ ഒപ്പം കഴിച്ചാൽ. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ.